ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയുടെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോയതിനു ശേഷം രോഹിത്തിനെയും ബബിതയെയും കൃഷ്ണമോളെയും ഒക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാലചന്ദ്രനെയും വിളിക്കും. ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ സ്റ്റാൻലിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അയാളാണെങ്കിൽ അലീനയോട് യാതൊരു സ്നേഹവും കാണിക്കാറില്ല കേട്ടോ. ഇങ്ങനെയൊരാൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ അയാൾ വിചാരിക്കാറില്ല. അയാൾക്ക് ഫുഡ് കഴിക്കണം, ഉറങ്ങണം, ലിക്കർ കഴിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണുള്ളത്. ഒരു ദിവസം രാത്രിയിൽ വൈജ ഓഫീസിലുള്ള ഒരു ക്ലയൻറ്റിനെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് വൈജ, വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട്. ആ സമയം വൈജ കാണുന്നുണ്ട് ബാലചന്ദ്രനെ അലീന വീഡിയോ കോൾ ചെയ്യുന്നത്. നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ വൈജ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ഇത് കണ്ട വൈജയ്ക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്ന വൈജ പെട്ടെന്ന് അകത്ത് കയറി വാതിൽ വലിച്ചടക്കുകയാണ്. എന്നിട്ട് മനസ്സിലെപ്പോഴും ആ നാശം പിടിച്ചവൾ വിടാതെ പിന്തുടരുകയാണല്ലോ. ബാലേന്ദ്രനെ അവൾ വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ട്. അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖവുമില്ല, അവളില്ലാത്ത വീട് ശൂന്യമാണ് പോലും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. വൃത്തികെട്ടവൻ, സ്വന്തം മകളല്ല, ഇത്രയും കാലം മകളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു. എവിടെ നിന്ന് വലിഞ്ഞു കയറിയവൾക്ക് വേണ്ടി അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സായി കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പെണ്ണിനെ കണ്ടപ്പോൾ അയാളുടെ മനസ്സിളകിയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് വൈജ. ബാലേന്ദ്രനെ മാത്രമല്ല, രോഹിത്തിനെയും ബബിതയെയും കൃഷ്ണമോളോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് അലീന. ഇതൊന്നും വൈജ അറിയുന്നില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ നിറഞ്ഞ മനസ്സോടെ ഉറങ്ങാൻ പോകുന്നുണ്ട്. ആ സമയം വൈജ ശിവശങ്കരനെ കോൾ ചെയ്യുകയാണ്. രാത്രിയായതുകൊണ്ട് അവിടെ വല്ല അലമ്പും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് ശിവശങ്കരൻ. ഞാൻ വിളിച്ച ഉടനെ അലമ്പുണ്ടാക്കാനാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നീ എപ്പോഴും അവിടെ അലമ്പുണ്ടാക്കുമ്പോഴല്ലേ വിളിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട് അയാൾ. അതെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രശ്നക്കാരിയാണല്ലോ. പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കാർക്കും അറിയണ്ടല്ലോ. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന് ഒരുത്തി. ഇത്രയും കാലം ഞാൻ അവളെ സഹിച്ചു. ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഒരുപാട് ആശ്വസിച്ചതാ. ആശ്വാസം വെറുതെ ആയി എന്ന തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് വൈജ പറയുന്നുണ്ട്. എന്തു പറ്റി? അലീന തിരികെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് ശിവൻ. തിരികെ വരുന്നത് എന്തിനാ? അവളിവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് വൈജ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇങ്ങനെ പിച്ചും പേയും പറയാതെ തെളിച്ച് പറയടി എന്ന് പറയുന്നുണ്ട് ശിവൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ വൈജ ബാലചന്ദ്രനെ അലീന വീഡിയോ കോൾ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കള്ളത്തരമാകില്ലെന്നും അങ്ങനെ കള്ളത്തരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുറിക്കകത്ത് വാതിലടച്ച് വിളിച്ചാൽ പോരെ എന്നും ശിവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ മുറിയിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോൺ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അതുപോലെ ആയിരിക്കും, റേഞ്ച് കിട്ടാത്തതുകൊണ്ടായിരിക്കും പുറത്തിറക്കിയതെന്ന് പറയുന്നുണ്ട് വൈജ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അവൻ ഇന്നേ വരെ ഒരു പെണ്ണുപിടുത്തത്തിനും പോയിട്ടില്ല. 23 വർഷമായി അവൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. 23 വർഷമല്ല, 45 വർഷമായി അവൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. അന്നു മുതൽ അവൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ശിവൻ. വൈജ എന്ന് പറഞ്ഞാൽ അവന് ജീവനായിരുന്നല്ലോ. നീ വഴക്ക് കൂടുമ്പോൾ പോലും നിന്നോട് മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നില്ലേ അയാളുടെ സ്വഭാവത്തിൽ മുഴുവൻ? അവൾ വേർന്ന് കയറിയ ശേഷമാണല്ലോ അതുണ്ടായതും. അതാണ് എനിക്ക് സംശയം തോന്നുന്നതെന്നും പറയുന്നുണ്ട് വൈജ. എൻ്റെ പൊന്നു വൈജേ, നീ ഒന്നടങ്ങ്. നീ എന്തിനാ വീണ്ടും വീണ്ടും പ്രശ്നത്തിനായി നിൽക്കുന്നത്? അതൊക്കെ വിട്ട് കളഞ്ഞൂടെ നിനക്ക്? അങ്ങനെ പറഞ്ഞ ശിവൻ ഫോൺ കട്ടാക്കുമ്പോഴേക്കും കമല വന്ന് ആരാണ് ഈ രാത്രിയിൽ ഫോണിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. വൈജയാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട് ശിവൻ. അവൾ എന്തിനാണ് രാത്രിയിൽ വിളിക്കുന്നത്? വീണ്ടും വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് കമല. രാത്രിയിൽ അലീനയെ ബാലേന്ദ്രൻ ഫോൺ ചെയ്തതാണ് അവളുടെ പുതിയ പ്രശ്നം എന്ന് പറയുന്നുണ്ട് ശിവൻ. അത് ശരിയാ വൈജ പറഞ്ഞത്. അവളെപ്പോൾ ബാലേന്ദ്രൻ ഫോൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലയെന്ന് കമല പറയുമ്പോൾ ഇനിയിപ്പോൾ നീയും തുടങ്ങിക്കോ. നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ശിവൻ. അല്ല, ബാലേന്ദ്രൻ ഇപ്പോൾ എന്തിനാ അലീനയെ വിളിക്കുന്നത്? വൈജ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് ചോദിക്കുന്നുണ്ട് കമല വീണ്ടും. അയ്യോ, തെറ്റൊന്നുമില്ലേ, എന്താ നാത്തൂനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോടി എന്നൊക്കെ പറയുന്നുണ്ട് ശിവൻ. ആ സമയം വൈജ ദേഷ്യത്തോടെ മുറിയിൽ ഉലാത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും അലീനയെ തുരത്തണം. എവിടെയാണ് പോയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇവിടെ നിന്ന് പോയിട്ടും എനിക്ക് സമാധാനം തരാത്തവൾ, അവളെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവളാക്കണം എന്നൊക്കെയും ചിന്തിക്കുന്നുണ്ട് വൈജ. ഉറക്കമില്ലാത്ത വൈജ സിറ്റ് ഔട്ടിൽ ചെന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വൈജയ്ക്ക് അലീനയെ തകർക്കണമെന്ന് തന്നെയാണ് ചിന്ത. രാവിലെ ആയപ്പോൾ പുതിയതായി വന്ന സർവൻറ്റിൻ്റെ അടുത്ത് ഭരണത്തിനൊക്കെ ചെല്ലുന്നുണ്ട് വൈജ. കുട്ടികളൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് കോളേജിലേക്കും സ്കൂളിലേക്കും പോകാനൊക്കെ തയ്യാറാകുന്നുണ്ട്. ആരും പക്ഷേ വൈജയെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ബാലചന്ദ്രനും വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ ബാലചന്ദ്രനോടാണ് കേട്ടോ യാത്ര പറഞ്ഞൊക്കെ പോകുന്നത്. ഈ സമയത്ത് ബാലചന്ദ്രൻ ആഹാരം കഴിച്ച് കഴിയാണ്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ബാഗ് എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം സർവൻറ്റ് വന്നിട്ട് ഫുഡ് എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ബാലചന്ദ്രനാണ് ഈ വീടിൻ്റെ മുതലാളിയെന്ന്. എനിക്കും കൂടി അവകാശമുള്ളതാണ് ഈ വീട്. നിനക്കൊക്കെ ശമ്പളം തരുന്നത് അയാളായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതുകൂടി കേൾക്കണം. എനിക്കെന്താണോ ഇഷ്ടം അതുണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട് വൈജ. മാഡം, അത് പിന്നെ സാറാണ് എഗ്രിമെൻറ്റ് വെച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലേ എനിക്ക് കേൾക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് സർവൻറ്റ്.
പിന്നെ കുട്ടികൾ പറഞ്ഞത് കേൾക്കാനും പറഞ്ഞിട്ടുണ്ട്. മാഡത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് സർവൻ്റ്. എന്ന് വെച്ച് ഞാൻ ഇല്ലെന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞതുകൂടെ ഉണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട് വൈജ. സോറി, അങ്ങനെ ആജ്ഞാപിക്കാനൊന്നും വരണ്ട മാഡം. പണ്ടത്തെ പോലെയല്ല, ഞങ്ങൾക്കൊക്കെ അസോസിയേഷനുണ്ട്. ഞങ്ങളിതിൽ പൈസ അടിച്ച മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ഓരോ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, അതിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടിക്കുന്ന ആൾ പാടുപെടേണ്ടി വരുമെന്ന് സ്വന്തം നിലപാട് പറഞ്ഞിട്ട് വേലക്കാരി പോകുന്നുണ്ട്. ഇതുകൊണ്ട് ആകെ ചമ്മി നാറുന്നുണ്ട് വൈജ. ദേഷ്യവും വരുന്നുണ്ട് വൈജയ്ക്ക്. എന്താണെന്ന് വെച്ചാൽ ഭർത്താവും മക്കളും മാത്രമല്ല, ഇപ്പോൾ ദേ വേലക്കാരികളും കൂടെ തന്നെ വകവയ്ക്കാതായിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സഹിക്കാനാകും വൈജയ്ക്ക്? വൈജ വേഗം ദേഷ്യപ്പെട്ട് സ്വന്തം റൂമിലേക്ക് പോയി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ആ സമയം വാതിലെ മുട്ടുകേട്ട് തുറക്കുമ്പോൾ സർവൻ്റാണ്. റൂം ക്ലീൻ ചെയ്യട്ടെ ചോദിക്കുന്നുണ്ട് അവർ. അങ്ങനെ സർവൻ്റ് വലിച്ചെറിഞ്ഞ സാധനങ്ങളൊക്കെ പിറക്കി വെച്ചെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സമയം വൈജ സിറ്റൗട്ടിൽ പോയിരിക്കുകയാണ്. വൈജ ഓൺലൈനായി ഓർഡർ ചെയ്ത് ഫുഡ് വരുത്തുന്നുണ്ട്. അവൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ച ഫുഡ് ഇരിക്കുകയല്ലേ, പിന്നെ ഇപ്പോൾ ഇത് വരുത്തണമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് സർവൻ്റ്. ഇതെൻ്റെ കാര്യമാണ്, നീ നിൻ്റെ സാറിൻ്റെയും കുട്ടികളുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന് പറയുന്നുണ്ട് വൈജ. സോറി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. വൈജ കഴിച്ചു കഴിഞ്ഞ് ആ പേപ്പറും പ്ലേറ്റും ഒക്കെ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നുണ്ട്. മുറിയിൽ പോയി കിടക്കുന്ന വൈജ കുട്ടികളെ എങ്ങനെയെങ്കിലും എൻ്റെ വശത്താക്കണമെന്നും അതിനായി ബാലേന്ദ്രനെയും അനിലയും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തുക തന്നെ വഴിയുള്ളൂ എന്നും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അത് കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നും ചിന്തിക്കുന്നുണ്ട്. വൈകുന്നേരം കുട്ടികൾ എത്തുമ്പോൾ വൈജ ചായയും പലഹാരവും അവർക്ക് കൊടുക്കുന്നുണ്ട്. സർവൻ്റ് ഉണ്ടാക്കിയതാണത്. ഇത് കണ്ട് അവർക്ക് അത്ഭുതമാകുന്നുണ്ട്. കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് വൈജയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സ്കൂളിലെ കാര്യം കൃഷ്ണമോളോട് ചോദിച്ചപ്പോൾ അമ്മ തന്നെയാണോ ഈ ചോദിക്കുന്നതെന്ന് കൃഷ്ണമോൾ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അതെന്താടി, ഞാൻ ചോദിക്കാൻ പാടില്ലേന്ന് പറയുന്നുണ്ട് വൈജ. അതല്ല, ഇത്രകാലം അമ്മ ഞങ്ങളോട് അങ്ങനെയൊന്നും ചോദിക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ. ഇനി മുതൽ അന്വേഷിക്കാമെന്ന് വെച്ചു എന്ന് പറഞ്ഞ് 3 പേരോടും കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് വൈജ. ബബിതയോടും രോഹിയോടും പഠിക്കുന്ന കാര്യമൊക്കെ വൈജ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പഠിക്കാൻ വേണ്ടി കുട്ടികൾ സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോൾ വൈജയും അവിടെ വന്നിരുന്ന് മൊബൈൽ നോക്കുന്നുണ്ട്. ആ സമയം കുട്ടികളുടെ പുസ്തകമൊക്കെ നോക്കിയിട്ട് ഇനി എൻ്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കുമെന്നും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം സോപ്പിട്ട് അവരോട് സംസാരിച്ച ശേഷം, അല്ല അലീന നിങ്ങളുടെ ചേച്ചിയല്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത്? അല്ല നിങ്ങളുടെ അച്ഛൻ്റെ മകളല്ലെന്ന്. അല്ല രോഹിയേട്ടനോട് അലീന ചേച്ചി പറഞ്ഞു അച്ഛൻ്റെ മകളല്ലെന്ന് എന്ന് പറയുകയാണ് കൃഷ്ണജ. അന്ന് ആ പള്ളിയിലച്ഛനോട് അച്ഛനായി യാതൊരു ബന്ധവുമില്ലെന്ന് അലീന ചേച്ചി ആദ്യമായി പറഞ്ഞതെന്ന് രോഹിയും പറയുന്നുണ്ട്. അച്ഛനോട് ഞാനും അക്കാര്യം ചോദിച്ചെന്ന് ബബിതയും പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് ബബിത. അലീന ചേച്ചിയോട് ഞാൻ കുറേ ദേഷ്യപ്പെട്ടു, ഞങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ രക്തം തന്നെയാണ്, പക്ഷേ അച്ഛൻ്റെ മകളല്ല എന്ന് പറയുന്നുണ്ട് ബബിത. നിങ്ങളതൊക്കെ കേട്ടൊന്നും തിരിച്ചു പറഞ്ഞില്ലേ? അച്ഛൻ്റെ മകളല്ലെന്ന് പറഞ്ഞിട്ട് പറയുക നിങ്ങളുടെ കൂടപ്പിറപ്പാണെന്ന്. അവളെ നിങ്ങളെയൊക്കെ ശരിക്കും പറ്റിച്ചു എന്ന് പറയുന്നുണ്ട് വൈജ. നിങ്ങളുടെ അച്ഛനും അവളും കൂടിയുള്ള ഒത്തുകളിയാണ് ഇതൊക്കെ. എന്തൊക്കെയാണ് അന്ന് ബാലൻ പറഞ്ഞത്? അയാൾക്ക് ആഗ്ലോ ഇന്ത്യയിലുണ്ടായ കുട്ടിയാണെന്നൊക്കെ. എല്ലാം കള്ളമല്ലേ? ഇപ്പോഴെങ്കിലും നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ? 23 വർഷം എൻ്റെ കൂടെ ജീവിച്ച ആൾ ഇന്നലെ കണ്ട ഒരുത്തിയായ എന്നേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മാനസികാവസ്ഥ? ബബി, നീ കല്യാണം കഴിച്ച് പോകേണ്ടവളല്ലേ മോളെ? ഒരിക്കൽ നീയാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തു ചെയ്തേനെ? അതൊക്കെ തന്നെ ഈ അമ്മയും ചെയ്തുള്ളൂ എന്ന് പറയുന്നുണ്ട് വൈജ. ബബിയും രോഹിയും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് കേട്ടോ. സത്യങ്ങളറിയാവുന്ന കൃഷ്ണജ പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? സ്വന്തം ഭർത്താവ് വേറൊരുത്തിയെ സ്നേഹിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സഹിക്കാനാകും? അയാളുടെ മകളാണെങ്കിൽ ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു പരിചയമില്ലാത്തൊരുവൾ അവളെ ഇവിടെ താമസിപ്പിച്ച ഭാര്യയെ വേണ്ടാത്ത അർത്ഥത്തിൽ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? പക്ഷെ അച്ഛനവൾ മകളെ പോലെയാണ് അവൾ. ചേച്ചി ഞങ്ങളെ നല്ലപോലെ സ്നേഹിക്കുന്നു, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചേച്ചിയെ ഞങ്ങളുടെ കൂടപ്പിറപ്പായി കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് രോഹിയും. പാവം ചേച്ചിയാണ്, ചേച്ചിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനെക്കുറിച്ച് അമ്മ എങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ മോശമായൊന്നും ചിന്തിക്കല്ലേ. നിങ്ങൾക്ക് പറയുമ്പോഴൊന്നും മനസ്സിലാകില്ല, അനുഭവിക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ എന്ന് പറയുന്നുണ്ട് വൈജ. നാളെ ഒരുപക്ഷെ അവൾ നിങ്ങളുടെ രണ്ടാനമ്മയായി വന്നാലും അത്ഭുതപ്പെടാനില്ല. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ വൃത്തികേടായി ചിന്തിക്കാനും പറയാനും കഴിയുന്നു? ചേച്ചി എന്നേക്കാൾ 3-4 വയസ്സിനെ മൂപ്പുള്ളൂ. ആ ചേച്ചിയെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ അമ്മ പറയുന്നതെന്ന് പറയുന്നുണ്ട് ബബിത. അമ്മ പതിവില്ലാതെ ഞങ്ങളുടെ അടുത്ത് അടുപ്പം കാണിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയത് പറയുന്നുണ്ട് കൃഷ്ണജ. ഇപ്പോഴല്ലേ മനസ്സിലായുള്ളൂ. ഞങ്ങളോട് അവരെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ കൂടി വിഷം കുത്തി നിറയ്ക്കാനല്ലേ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അമ്മ ഞങ്ങളോട് അടുപ്പം കാണിച്ചത്
എങ്കിൽ അതൊന്നും നടക്കില്ല അമ്മേ. ചേച്ചിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഞങ്ങൾക്ക് നന്നായി അറിയാം. ചേച്ചിയോടുള്ള അമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ അമ്മ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കൃഷ്ണ. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് വൈജ. ഞാൻ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ടൊരു കാര്യവുമില്ല. ഒന്നിരുന്ന് ചിന്തിച്ചാൽ അമ്മയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാകുമെന്നും കൃഷ്ണ പറയുന്നുണ്ട്. ആ ബാലേന്ദ്രൻ വരുന്നുണ്ട്. ഇവരെ കണ്ട് നിങ്ങൾ പഠിക്കുകയായിരുന്നു. ഞാനൊന്ന് ബ്രഷായി വരാമെന്ന് വന്ന് മുകളിൽ പോകുന്നുണ്ട്. സർവൻറ്റിനോട് അച്ഛൻ വന്നിട്ടുണ്ട്. ചേച്ചി ഫുഡ് എടുത്തു വെച്ചോന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ വൈജയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. തന്നെ അവോയ്ഡ് ചെയ്യുന്ന മക്കൾ ബാലചന്ദ്രനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് കുറച്ച് കുശുമ്പം അവർക്ക് തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ്. ആ സമയം കുട്ടികളും ചെന്നിരിക്കുന്നുണ്ട്. വൈജിയും മടിയോടെയാണെങ്കിലും ചെന്നിരിക്കുന്നുണ്ട്. സർവൻ്റ് വിളമ്പാൻ നിൽക്കുമ്പോൾ ഞങ്ങളെടുത്ത് കളിച്ചോളാമെന്നും അവരോടും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് വൈജി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയം അലീനയും ഉൾപ്പെടുത്തി പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന ബാലചന്ദ്രൻ വൈജിയുടെ അടുത്തേക്ക് വന്ന്, നിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് ഞാൻ നല്ലൊരാളായതുകൊണ്ടാണ്. ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവയ്ക്കുന്നത് മോശമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് തിരികെ വന്നിരിക്കുകയാണ്. വീണ്ടും വഴക്കുണ്ടാക്കാനായി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജ. പാതിരാത്രിയിൽ അവിടെ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആ സമയം ബാലചന്ദ്രൻ ചാടി എഴുന്നേറ്റ് അവളുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നുണ്ട്. എന്താടി നിന്റെ സ്വഭാവമാണ് എല്ലാവർക്കും ഒന്ന് നീ കരുതിയോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഒന്ന് ഷോക്കഡായിപ്പോയ വൈജ പിന്നെ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്നുണ്ട്. നീ ഒരു പിഴച്ചവളല്ലേടി. പിഴച്ചു നടന്നിട്ട് ഇപ്പോൾ എന്നെ ഭരിക്കാൻ വരുന്നു. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ അടിച്ച് നിന്നെ ശരിയാക്കും ഞാനെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാലോ എന്ന് ബാലചന്ദ്രൻ ഓർക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തൻ്റെ കുടുംബത്തെ ഓർത്ത് അയാൾ ക്ഷമിക്കുകയാണ്. വീണ്ടും വൈജ തുടർന്നപ്പോൾ, നീ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോളണം. ഈ സ്ത്രീ ഇവിടേക്ക് വരുന്നത് ജോലിക്കാണ്. നീ ഓഫീസിലേക്ക് പോകുക എന്ന് പറഞ്ഞു പോകുന്നത് വേറെ പണിക്കാണോ? ആ സമയം ബാലാന്ന് വിളിക്കുന്നുണ്ട് വൈജ. എന്താ അത് പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വന്നോ? ഇവരും ഒരു സ്ത്രീയാണ്. വേണ്ടാതെ ഞാൻ പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും വേദനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. പിന്നീട് ആ സ്ത്രീയോട് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതിയെന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ശരി സാറെന്ന് അവർ പറയുന്നുണ്ട്. കൃഷ്ണയും ബബിതയും രോഹിത്തും അമ്മയും കൊണ്ട് ഒരു സൗകര്യവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തലയ്ക്ക് കൈവച്ച് കഴിക്കുന്നുണ്ട്. വൈജ പക്ഷേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സ്വന്തം റൂമിലേക്ക് ഭക്ഷണം കഴിക്കാതെ പോകുന്നുണ്ട്. എന്നിട്ട് വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. ആ സ്ത്രീ അത് കണ്ട്, രാവിലെ സാർ ഇതുപോലെ ആഹാരം കഴിച്ചില്ല, ഓൺലൈനിലായി വരുത്തി കഴിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രനോട്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ഓരോ വിഷജന്തുക്കൾ കാണും ഓരോ വീട്ടിലും വിഷം ചീറ്റിക്കൊണ്ടിരിക്കും. എത്ര നല്ല സന്തോഷത്തോടെ ഇരുന്ന മക്കളാ ഇപ്പോൾ ഇരിക്കുന്ന കണ്ടില്ലേ. സന്തോഷം കളയാൻ ഇങ്ങനെ ഒരെണ്ണം മതിയല്ലോ. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ആ സമയം ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നും കഴിഞ്ഞ 45 വർഷം ഞാൻ ഒരുത്തിക്ക് വേണ്ടി ജീവിച്ചു. അവളെന്നെ ചതിച്ചു. അവളെ അല്ലാതെ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, മോഹിച്ചിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഒരുത്തി എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്നൊക്കെ ബാലചന്ദ്രൻ പിള്ളേരോട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടിയാണ് മക്കളെ എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ വികാരനിർഭരനായി കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ.